രാജ്യാന്തര നേച്ചർ ഫിലിം ഫെസ്റ്റിവലിന് ഹൈറേഞ്ചിന്റെ മണ്ണിൽ തുടക്കം. 2 ദിവസങ്ങളിലായി കട്ടപ്പനയിലാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. MG സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ അരവിന്ദകുമാർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. സിനിമ എന്ന ഒരു മീഡിയം പരിസ്ഥിതി രംഗത്ത് അതിൻ്റെ പ്രാധാന്യത്തെ ഉൾക്കൊള്ളുന്ന രീതിയിൽ മുന്നോട്ട് വരികയും സാധാരണഗതിയിൽ നമ്മൾ സിനിമാ രംഗത്ത് സിനിമ നോക്കിക്കാണുമ്പോൾ പലപ്പോഴും സിനി പ്രവർത്തകർ സംവിധായകരൊക്കെ പല നല്ല രീതിയിലുള്ള സിനിമകളൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും പരിസ്ഥിതിക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് അതിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു സിനിമാ സംവിധായകനെ നമുക്ക് കിട്ടി എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. ഞാനിത് പറയാൻ കാരണം നമ്മുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നിറങ്ങുന്ന പരിസ്ഥിതി ചിത്രങ്ങൾ, അതായത് സിനിമയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, മറ്റ് മീഡിയമല്ല, അത് ലോകരാജ്യങ്ങളിലെ സിനിമ ഇൻക്ലൂഡിങ് ഹോളിവുഡ് എടുത്തു കഴിഞ്ഞാൽ വളരെ ചുരുക്കമാണ്, വളരെ ചുരുങ്ങിയ നമ്പറാണ് വരുന്നത്. കാരണം കൂടുതലും നമുക്ക് ഡോക്യുമെൻ്ററി ലെവലിലാണ് സിനിമകളെല്ലാം ഇത്തരം കാര്യങ്ങൾ ഇറങ്ങുന്നത്. ഫീച്ചർ ഫിലിമിൻ്റെ ലെവലിലോട്ട് വരുന്നത് വളരെ കുറവ് എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത, ഇത് നമ്മുടെ യങ്സ്റ്റേഴ്സ്, നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്കറിയായിരിക്കും NSSൻ്റെ ഒരു പവർ വളരെ വലുതാണ്. MG യൂണിവേഴ്സിറ്റിയുടെ NSS 2 തവണ നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അവാർഡ് നേടിയിട്ടുള്ളതാണ്. അതുപോലെ മറ്റൊരു കാര്യം കൂടെ ഞാൻ എവിടെ പോയാലും പറയുന്ന ഒരു കാര്യമുണ്ട്. കോട്ടയം നഗരം ഇന്ത്യയിലെ ആദ്യത്തെ 100% ലിറ്ററസിയുള്ള ഒരു നഗരമായി പ്രഖ്യാപിക്കാൻ കാരണം MG യൂണിവേഴ്സിറ്റിയുടെ NSS ആണ്.